ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് written to perform a specified task with a computer. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ is a sequence of instructions ആണ് അല്ലേ? sequence of instructions എന്തിനാ? written to perform a specified task with a computer. അതായത് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഒരു നിർദ്ദിഷ്ട ടാസ്ക് നിർവഹിക്കുന്നതിനായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ഒരു ശ്രേണിയെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് പർട്ടിക്കുലർ ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് എ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റിട്ടൺ ടു പെർഫോം എ സ്പെസിഫൈഡ് ടാസ്ക് വിത്ത് എ കമ്പ്യൂട്ടർ. ക്ലിയർ അല്ലേ? ഇനി when we want to develop a program by using any programming language, we have to follow a sequence of steps. Okay, നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ഭാഷ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഘട്ടം ഘട്ടമായി പിന്തുടരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഘട്ടങ്ങളായിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പുകളെയാണ് ഫേസസ് ഇൻ പ്രോഗ്രാം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നമ്മൾ പറഞ്ഞത്, നമുക്കൊരു ടാസ്ക് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടാസ്ക് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതുന്നുണ്ട്. അതാണ് ഈ എന്താന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് ഏത് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണ്. അപ്പോൾ ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നതാണ് പ്രോബ്ലം ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദി പ്രോബ്ലം. അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡിഫൈൻ ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ്. ആ ഒരു പ്രോബ്ലത്തിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എന്താണ് ആ പ്രോബ്ലം എന്നുള്ളതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ ഡിസൈഡ് ദ ബൗണ്ടറീസ് ഓഫ് ദി പ്രോബ്ലം. ആ ഒരു പ്രോബ്ലത്തിന്റെ ഒരു അതിരും കൂടെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ പറയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഈ ഒരു ഫേസസിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കിട്ടി. ആ കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതേപോലെ റിക്വയർമെന്റ്സ്, എന്ത് റിക്വയർമെന്റ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്, അതേപോലെ തന്നെ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോബ്ലം, അതേപോലെ തന്നെ സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് എവിടെയാണ്? ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് സൊല്യൂഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ആ പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. ആ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്ന ഫേസസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജസ് ആണ് പ്രോബ്ലം അനാലിസിസ്. ഫസ്റ്റ് സ്റ്റേജിൽ എന്താ? നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു. ആ പ്രോബ്ലത്തിനെ നമുക്ക് ആ പ്രോബ്ലത്തിലൂടെ എങ്ങനെ പോയാലാണ് നമ്മളൊരു സൊല്യൂഷനിൽ എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസസിൽ ചെയ്യുന്നത്. സെക്കൻഡ് ഫേസസിൽ നമ്മളൊരു ഡിസിഷനിൽ എത്തി. ആ ഡിസിഷനെ നമ്മൾ എന്ത് ചെയ്യാണ്? അനാലിസിസ് ചെയ്യാണ്. ആ പ്രോബ്ലത്തിനെ നമ്മൾ അനാലിസിസ് ചെയ്യാണ് അല്ലേ? അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് എ മോഡൽ, നമ്മളൊരു മോഡല് ഡെവലപ്പ് ചെയ്യാണ്. ഇവിടെ നമ്മൾ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക? വി ഡിറ്റർമൈൻ ദ റിക്വയർമെന്റ്സ് ലൈക്ക് വേരിയബിൾസ്, ഫങ്ഷൻസ് എക്സെട്ര ടു സോൾവ് ദ പ്രോബ്ലംസ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിക്വയർമെന്റ്സ് ഡിറ്റർമൈൻ ചെയ്യണം. അതിനകത്ത് എന്തൊക്കെ വേരിയബിൾസ് വേണം, എന്തൊക്കെ ഫങ്ഷൻസ് വേണം, നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്ന ഫേസസ് ആണ് പ്രോബ്ലം അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് അൽഗോരിതം ഡെവലപ്മെന്റ്. മൂന്നാമത്തെ ഫേസസ് എന്ന് പറയുന്നതാണ് അൽഗോരിതം ഡെവലപ്മെന്റ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ? എന്താണ്?
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണല്ലേ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം കിട്ടി, ആ പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻസ് നമ്മൾ കണ്ടെത്തി, അതിനുശേഷം ആ പ്രോബ്ലത്തെ നമ്മൾ അനാലിസിസ് ചെയ്തു. ഇനി നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രോഗ്രാം എഴുതപ്പെടുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു പ്രൊസീജിയർ. അതാണ് നമ്മൾ തേർഡ് ഫേസസിൽ ചെയ്യുന്നത്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ, ഡെവലപ്പ് എ step by step procedure that is used to solve the problem by using the specification given in the previous phase അല്ലെ. അപ്പൊ നമ്മൾ ഈ തൊട്ട് മുന്നിലത്തെ ഫേസിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ എഴുതുകയാണ് ഈ തേർഡ് ഫേസസിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു അൽഗോരിതം എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന് എന്തെങ്കിലും എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ഈ ഫേസസിൽ തന്നെ നമ്മൾ അൽഗോരിതം നമ്മൾ കറക്റ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ ഫേസിൽ എന്താ പറഞ്ഞത്, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. രണ്ടാമത്തെ ഫേസസിൽ ആ പ്രോബ്ലത്തെ നമ്മൾ അനാലിസിസ് ചെയ്യണം. തേർഡ് ഫേസസിൽ അനാലിസിസ് ചെയ്ത ആ ഒരു ഫേസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യണം. കോഡിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. കോഡിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുക, റൈറ്റ് ഓർ ഇംപ്ലിമെന്റ് ദ ആക്ച്വൽ പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ സ്റ്റെപ്പ് ഡിഫൈൻഡ് ഇൻ ദ പ്രീവിയസ് ഫേസ്. അപ്പൊ നമ്മൾ എന്താണ്, തൊട്ട് മുന്നിലത്തെ ഫേസസ് എന്തായിരുന്നു, അൽഗോരിതം ഡിസൈൻ ചെയ്യായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ അൽഗോരിതം ഒക്കെ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണ് എന്ത്, നമുക്ക് അവിടുന്ന് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ കിട്ടിയ നിർദ്ദേശങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പ്രോഗ്രാം എഴുതുകയാണ്. ഏതെങ്കിലും ഒരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിവിടെ ഒരു പ്രോഗ്രാം എഴുതാണ്. ദാറ്റ് മീൻസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് സിയോ C++ഓ ജാവയോ എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം എഴുതാം. ഓക്കെ, ഇതാണ് കോഡിംഗ് ഫേസസിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇംപ്ലിമെന്റേഷൻ ഫേസസിൽ എന്താ പറയാ, നമ്മൾ എഴുതപ്പെട്ട പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇനി അഞ്ചാമത്തെ ഫേസസ് എന്ന് പറയുന്നതാണ് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു പ്രോബ്ലം ഒന്നുകൂടെ ഓർത്ത് നോക്കുക, ആദ്യം ഒരു പ്രോബ്ലം നമുക്ക് കിട്ടി, ആ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്തു, ഡിഫൈൻ ചെയ്തു, എന്താണ് പ്രോബ്ലം എന്നുള്ള കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്താണ് ചെയ്തത്, നമ്മളത് എന്താണെന്നുള്ളത് നമ്മൾ അനാലിസിസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫേസസിൽ നമ്മളത് അനാലിസിസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഫേസസിൽ നമ്മൾ അതിന്റെ അൽഗോരിതം എഴുതി. നാലാമത്തെ ഫേസസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അൽഗോരിതത്തിനെ ബേസ് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കോഡ് എഴുതി. എന്നിട്ടോ അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. ഇത്രയും ഓർത്തിരിപ്പുണ്ടല്ലോ. ഇനി അതിന്റെ അഞ്ചാമത്തെ ഫേസസ് ആണ് എന്തെന്ന് പറയുന്നത്, ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, whether the written code in the previous step is solving the specified problem or not. Okay, അതായത് നമ്മൾ തൊട്ട് മുന്നിലത്തെ ഫേസിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മൾ കോഡ് എഴുതി അല്ലേ. അങ്ങനെ നമ്മൾ എഴുതപ്പെട്ട കോഡ് ഉപയോഗിച്ചിട്ട് എന്താണ് നമുക്ക് എന്താണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു, ആ പ്രോബ്ലം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത്. അതായത് ടെസ്റ്റ് ചെയ്യാണ്, നമ്മൾ എഴുതപ്പെട്ട പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുണ്ടോ, if it is provide the desired output or not, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത്. ഓക്കെ, അതായത് ടെസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ബഗ് മീൻസ് എറർ ആണ്, എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം, തിരുത്തുക. ക്ലിയർ? അപ്പൊ ഈ അഞ്ചാമത്തെ ഫേസസിൽ ഇതാണ് നടക്കുക. ഇനി ആറാമത്തെ ഫേസസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് മീൻസ് the encountered problem is solved or enhancement is added. അതായത് ഈ ഒരു സ്റ്റേജസിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെയിൻ്റനൻസ് ഫേസിലാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്.
അതായത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു നമുക്കൊരു പ്രോബ്ലം കിട്ടിയല്ലോ, ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു വന്ന ഏതെങ്കിലും ഒരു ഫേസസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരണോ, ഇപ്പൊ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴായിരിക്കും ചിലപ്പോൾ എൻഡ് യൂസറിന് എന്തെങ്കിലും രീതിയിൽ ഒരു അപ്ഡേഷൻ വേണമെന്ന് തോന്നുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അത് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതായത് എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, ആ ഒരു മെയിൻ്റെനൻസ് അവിടെ നടത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ 6ാമത്തെ സ്റ്റേജിൽ മെയിൻ്റെനൻസ് ഫേസിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ഫേസസും ഒരിക്കൽ കൂടെ റിപ്പീറ്റഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? To repeat all these phases from the starting. ആദ്യം മുതലുള്ള ഫേസസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും മെയിൻ്റെനൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് മെയിൻ്റെനൻസ് നടക്കുന്നത് ഈ ഒരു മെയിൻ്റെനൻസ് ഫേസിലാണ്. ഇനി 7ാമത്തെ ഫേസിൽ പറയുന്നത് ദ മെയിൻ റീസൺ ഫോർ ഡോക്യുമെന്റേഷൻ. അതായത് 7ാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷൻ ആണ്. ഏറ്റവും ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ഡോക്യുമെന്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, ഏറ്റവും എൻഡിങ്ങിലായിട്ട് അതൊക്കെ ബൈൻഡ് ചെയ്തൊരു ഡോക്യുമെന്റ് ആക്കി വെക്കാറുണ്ട് അല്ലെ. സെയിം കോൺസെപ്റ്റ് ആണ് ഇവിടെയും. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മെയിൻ റീസൺ ഫോർ ഡോക്യുമെന്റേഷൻ ഈസ് ടു എനേബിൾ ഇൻഡിവിജ്വൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോഗ്രാം. ഇപ്പൊ നമ്മൾ എന്തിനാണ് ഡോക്യുമെന്റേഷൻ ഒക്കെ എടുത്ത് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു പേഴ്സൺ വന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യണ്ടാവും, മനസ്സിലാവുണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഡോക്യുമെന്റേഷൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന് അത് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഡോക്യുമെന്റേഷൻ ഫേസസ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നൊരു കൺക്ലൂഷൻ ആയിട്ട് പറയാം, നമ്മൾ ഇന്ന് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ആണ് പറഞ്ഞത്. നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞു. അപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാം നമ്മൾ എഴുതപ്പെടണമെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം അല്ലെ, നിർവചിക്കണം. എന്ത് പ്രോഗ്രാം ആണെന്നുള്ളത് നമ്മൾ നിർവചിക്കണം. അതിന് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ് ചെയ്യുന്നത്. 2ാമത്തെ ഫേസിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ പ്രോബ്ലത്തിനെ നമ്മൾ അനാലിസിസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത ആ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ അനാലിസിസ് ചെയ്യാണ്. 3rd ഫേസിൽ അനാലിസിസ് ചെയ്ത പ്രോബ്ലത്തിന്റെ അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതണം. എങ്ങനെ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം എന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതണം. അതിനുശേഷം 4ാമത്തെ ഫേസിൽ നമ്മൾ എന്താ ചെയ്യാണ്, നമ്മൾ ഈ 3ാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്ത അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഗ്രാം കോഡ് എഴുതുകയാണ്. ഓക്കെ. ഇനി 5ാമത്തെ ഫേസിൽ എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ 4ാമത്തെ ഫേസിൽ നമ്മൾ എഴുതിയ ആ പ്രോഗ്രാം നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. എന്തെങ്കിലും എററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഈ എന്താണ് കോഡ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഈ 4th സ്റ്റേജിൽ അല്ലെ. 5th സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിലെന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് എറർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ 6th ഫേസിൽ നമ്മൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് വേണമെങ്കിൽ നമ്മൾ 6th ഫേസിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഈ 1 മുതലുള്ള എല്ലാ സ്റ്റെപ്സുകളും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. കാരണം 6ാമത്തെ ഫേസിൽ നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 6ാമത്തെ ഫേസിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാണ്, 7ാമത്തെ ഫേസിലേക്ക് എത്തുകയാണ്. 7ാമത്തെ ഫേസിൽ നമ്മൾ എന്താ ചെയ്യാണ്, നമ്മൾ ഈ ചെയ്ത എല്ലാം അതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടണമല്ലോ. അപ്പൊ നമ്മളെ സൊല്യൂഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, എല്ലാ ഫേസസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഡോക്യുമെന്റേഷൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത്, ഇനി ഇൻഡിവിജ്വൽ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയില്ലേ? അതാണ് basic concepts of programming. Thanks for watching. Please subscribe CA Netbook channel for more computer science and computer application classes. Don't forget to do comment, like and share.